നമസ്കാരം. കാലങ്ങൾക്കപ്പുറമുള്ള ജ്ഞാനത്തിലേക്ക് നമുക്കൊരുമിച്ചൊരു യാത്ര പോകാം. 1952 മെയ് മാസത്തിലെ അഖണ്ഡ ജ്യോതിയിൽ നിന്നുള്ള ചില ചിന്തകളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ഇത് ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോകാറുണ്ട്. പക്ഷേ ആ പ്രതിസന്ധികളെ എങ്ങനെ ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരമാക്കി മാറ്റാൻ പറ്റും? ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. നമ്മുടെ ഈ യാത്രയ്ക്ക് 5 പ്രധാന ഘട്ടങ്ങളുണ്ട്. ആദ്യം പ്രശ്നം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയും, പിന്നെ നമ്മുടെ ഉള്ളിലെ ശക്തിയെ കണ്ടെത്തും, അവസാനം ആ വെളിച്ചം എങ്ങനെ മറ്റുള്ളവരിലേക്ക് പകരാമെന്നും നമ്മൾ ഒരുമിച്ച് മനസ്സിലാക്കും. അപ്പോ നമ്മുടെ ആദ്യത്തെ വിഷയം ദിശയറിയാത്ത ലോകം. ഇവിടെ നമ്മൾ പ്രതിസന്ധികളെ ഒരു അവസാനമായിട്ടല്ല കാണുന്നത്, മറിച്ച് ഒരു പുതിയ തുടക്കത്തിനുള്ള കാരണമായി കാണാൻ ശ്രമിക്കുകയാണ്. നമുക്ക് ചുറ്റും നോക്കിയാൽ കാണുന്ന കലഹങ്ങൾ മാത്രമല്ല യഥാർത്ഥ പ്രശ്നം. പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഒരുതരം ശൂന്യതയും അശാന്തി നിറഞ്ഞിരിക്കും, അല്ലേ? ഈ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കുന്നിടത്താണ് യഥാർത്ഥ മാറ്റം തുടങ്ങുന്നത്. കേട്ടില്ലേ, പ്രതിസന്ധികൾ ഒരു അവസാനമല്ല, അതൊരു പുതിയ യുഗത്തിന്റെ തുടക്കമാണ്. ഇതൊരു ഭീഷണിയായി കാണരുത്, നമ്മളിൽ ഒളിഞ്ഞുകിടക്കുന്ന കഴിവുകളെ പുറത്തെടുക്കാനുള്ള ഒരു അവസരമായി കാണണം. ഓർക്കുക, ഏറ്റവും വലിയ ഇരുട്ടിലാണ് ഏറ്റവും ചെറിയ വെളിച്ചത്തിനു പോലും വലിയ വിലയുണ്ടാവുന്നത്. ശരി, പ്രശ്നം നമ്മൾ തിരിച്ചറിഞ്ഞു. അതുമാത്രം പോരല്ലോ, അതിനൊരു പരിഹാരം കണ്ടെത്തണ്ടേ? അതാണ് നമ്മുടെ അടുത്ത വിഷയം, വിപ്ലവത്തിന്റെ ഉദയം. ഇവിടെയാണ് വിചാരക്രാന്തി അഥവാ ചിന്തകളിലെ ഒരു വിപ്ലവത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോ എന്താണ് ഈ വിചാരക്രാന്തി എന്ന് പറഞ്ഞാല്? ഇത് പുറത്ത് നടക്കുന്നൊരു വിപ്ലവമല്ല, മറ്റുള്ളവരെ മാറ്റാനോ അല്ലെങ്കിൽ സിസ്റ്റം തകർക്കാനോ ഉള്ള ഒന്നല്ല, അല്ല. മറിച്ച് ഇത് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ചിന്തകളിൽ, കാഴ്ചപ്പാടുകളിൽ, മൂല്യങ്ങളിൽ അവിടെ വരുന്ന ഒരു സമ്പൂർണമായ മാറ്റമാണ്. ഓർക്കണം, ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ഈ മാറ്റം വരുമ്പോൾ അത് പിന്നെ സമൂഹത്തെയും കാലത്തെ തന്നെയും മാറ്റിമറിക്കാനുള്ളൊരു വലിയ ശക്തിയായി മാറും. ഈ മാറ്റത്തിനുള്ള പോരാട്ടം നടക്കേണ്ടത് മറ്റെവിടെയുമല്ല, നമ്മുടെ ഉള്ളിലാണ്. പുറം ലോകം മാറണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളു മാറണം. സ്വയം തിരിച്ചറിവിലൂടെയും ആത്മപരിശോധനയിലൂടെയുമാണ് ഈ യാത്ര നമ്മൾ തുടങ്ങേണ്ടത്. അപ്പോ എങ്ങനെയാണ് ഈ ആന്തരിക വിപ്ലവം നമുക്ക് സാധ്യമാക്കാൻ പറ്റുക? അതിനായി നമുക്ക് നമ്മുടെ ഉള്ളിലൊരു ആന്തരിക കോട്ട പണിയാം. പുറത്തുനിന്ന് എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും തകർക്കാൻ കഴിയാത്ത ഒന്ന്. ഏത് വലിയ മാറ്റത്തിന്റെയും അടിസ്ഥാനം ഓരോ വ്യക്തിയുമാണ്. ആ വ്യക്തിയുടെ അടിസ്ഥാനശില എന്ന് പറയുന്നത് ചാരിത്ര ദൃഢതയാണ്. അതായത് നമ്മുടെ മൂല്യങ്ങളിലും തത്വങ്ങളിലും അടിയുറച്ച ഒരു സ്വഭാവം. ഇതാണ് നമ്മൾ പണിയുന്ന ആ ആന്തരിക കോട്ടയുടെ ആദ്യത്തെ തൂണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ദുർബലമായ ഒരു സ്വഭാവം കാറ്റിലാടുന്ന ഒരു മരം പോലെയാണ്. എപ്പോൾ വേണമെങ്കിലും വീണുപോകാം. പക്ഷെ ശക്തമായ സ്വഭാവമോ? അത് ആഴത്തിൽ വേരുകളുള്ള ഒരു പർവ്വതം പോലെയാണ്. ഒരു കൊടുങ്കാറ്റിനും അതിനെ ഇളക്കാൻ പോലും കഴിയില്ല. അപ്പോൾ നമ്മൾ ഏത് പാതയാണ് തെരഞ്ഞെടുക്കേണ്ടത്? നമ്മുടെ ഈ ആന്തരിക കോട്ടയെ ശക്തിപ്പെടുത്താൻ 4 പ്രധാന ഊർജ്ജങ്ങളുണ്ട്. ശ്രദ്ധ, അതായത് വിശ്വാസം, നമുക്ക് ശരിയായ വഴി കാണിച്ചു തരുന്നു. സ്നേഹം നമ്മളെ എല്ലാവരുമായി ഒരുപ്പിക്കുന്നു. തപസ്, അതായത് കഠിനമായ അച്ചടക്കവും പരിശ്രമവും നമ്മുടെ ഊർജ്ജം പാഴായി പോകാതെ നോക്കുന്നു. ഈ 3ഉം ഒന്നിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ കഴിവുകൾ അഥവാ പ്രതിഭ ഒരു പ്രകാശമായി പുറത്തേക്ക് വരും. നമ്മുടെ കയ്യിലുള്ള എല്ലാ ഊർജ്ജവും അത് ചിതറിപ്പോകാതെ ഒരു നല്ല ലക്ഷ്യത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അത്ഭുതകരമായ കഴിവുകൾ നമ്മളിൽ നിന്ന് പുറത്തുവരും. അതാണ് തപസ്സിന്റെ ശക്തി, അതാണ് പ്രതിഭയുടെ പ്രകാശം. ഇതുവരെ നമ്മൾ നമ്മളെ തന്നെ മാറ്റുന്നതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി ഈ മാറ്റം എങ്ങനെ സമൂഹത്തിലേക്ക് എത്തിക്കാമെന്ന് നോക്കാം. ഇവിടെയാണ് ധർമ്മത്തിന്റെ പ്രാധാന്യം വരുന്നത്. ധർമ്മം എന്ന് കേൾക്കുമ്പോൾ ഒരു മതം എന്ന് തെറ്റിദ്ധരിക്കരുത്. അതൊരു ജീവിത രീതിയാണ്. ശരിയായത് ചെയ്യുക, ശരിയായ രീതിയിൽ ജീവിക്കുക. നമ്മുടെ ഓരോ പ്രവൃത്തിയും, നമ്മുടെ ഓരോ വാക്കും ഈ പ്രപഞ്ചത്തിന്റെ താളത്തിനൊത്തുവരുമ്പോൾ അവിടെ ധർമ്മം ഉണ്ടാകുന്നു. നീതിയുക്തമായ ഒരു സമൂഹത്തിന്റെ അടിസ്ഥാനം അതുതന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു സമൂഹമുണ്ടാകുന്നത്? അതിന് 3 വഴികളുണ്ട്. നമ്മുടെ സമ്പത്ത് സമൂഹത്തിന്റെ നന്മയ്ക്കായി ഉപയോഗിക്കുക, വിദ്യാഭ്യാസം നല്ല സ്വഭാവം വളർത്താൻ സഹായിക്കുക, പിന്നെ ഈ തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കുക. ഇത് വെറും വാക്കുകളല്ല, നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കയ്യിലുള്ളത് എന്താണേലും, അത് പണമായാലും ശരി, അറിവായാലും ശരി, അത് മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കുമ്പോഴാണ് ഒരു നല്ല സമൂഹം ഉണ്ടാകുന്നത്. ഈ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം. അങ്ങനെ നമ്മുടെ ഈ യാത്ര
അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് ഓർത്തെടുക്കാം. നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങളിൽ നിന്ന് തുടങ്ങി സമൂഹത്തിലെ ഐക്യത്തിലേക്കെത്തുന്ന ഒരു വഴിയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഈ 4 കാര്യങ്ങൾ മനസ്സിലുറപ്പിക്കുക. പ്രതിസന്ധിയെ ഒരവസരമായി കാണുക, നമ്മുടെ ഉള്ളിൽ ശക്തരാവുക, ആ ശക്തി സമൂഹത്തിന്റെ നന്മയ്ക്കായി ഉപയോഗിക്കുക, ഒടുവിൽ മറ്റുള്ളവർക്ക് വഴി കാട്ടുന്ന ഒരു വെളിച്ചമായി നമ്മൾ സ്വയം മാറുക. ഇതാണ് പ്രകാശത്തിന്റെ പാത. യോഗിരാജ് അരവിന്ദന്റെ ഈ വാക്കുകൾ നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലും വലിയൊരു ശക്തിയുണ്ട്, ഒരു വിളക്ക് പോലെ. ആ വിളക്ക് കത്തിച്ച് അതിന്റെ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരുക. അതാണ് ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഈ ചോദ്യം നിങ്ങൾ ഓരോരുത്തരും സ്വയം ചോദിക്കുക. ഈ വിശകലനം ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ യാത്ര ആരംഭിക്കുകയാണ്. ആ യാത്രയ്ക്ക് എന്റെ എല്ലാ ആശംസകളും.